ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 100 ദിവസം നീണ്ടുനിൽക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന് രാജ്യത്ത് തുടക്കമായി. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനടങ്ങിയ സംഘം നാളെ കേരളത്തിലെത്തും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട് ഇന്ന് കർദിനാളായി സ്ഥാനാരോഹണം ചെയ്യും. ചടങ്ങിന് സാക്ഷിയാകാൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള മലയാളി സംഘം വത്തിക്കാനിൽ. സംസ്ഥാനത്ത് സിനിമാ നയം കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. BAPS സന്നദ്ധ പ്രവർത്തക സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന BAPS കാര്യകർ സുവർണ മഹോത്സവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംബന്ധിച്ചു. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സന്നദ്ധ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ക്ഷയരോഗ വിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 2025ഓടെ രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനുള്ള നാഴികക്കല്ലായി TB നിർമ്മാർജ്ജന പരിപാടി മാറുമെന്ന് ഹരിയാനയിൽ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗികൾക്ക് ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ശ്രീ നദ്ദ പറഞ്ഞു. 33 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ 100 ദിന തീവ്ര യജ്ഞ പരിപാടി മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗ മുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സായുധ സേന പതാക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. സായുധ സേന പതാക വിൽപ്പനയുടെ ഉദ്ഘാടനം കേരള രാജ്ഭവനിൽ NCC കേഡറ്റുകളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. സായുധ സേന പതാക വാങ്ങി സൈനിക ക്ഷേമ ബോർഡിന്റെ പതാക ദിന ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും ക്ഷേമത്തിനായാണ് ഈ തുക വിനിയോഗിക്കുക. സംസ്ഥാനത്ത് സിനിമാ നയം കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ കോഴിക്കോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുമെന്നും റിപ്പോർട്ടിലെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങൾ പുറത്ത് വിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ സുതാര്യമാണെന്നും മറച്ചുവെക്കാനൊന്നുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ ഇന്ന് ഉത്തരവുണ്ടായില്ല. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട് ഇന്ന് കർദിനാളായി ഉയർത്തപ്പെടും. ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത്. ആകാശവാണിക്കുവേണ്ടി ടോം മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി സ്വദേശി മാർ ജോർജ് കുവക്കാട്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനാരോഹണം ചെയ്യും. മാർ കുവക്കാട്ടിൽ അടക്കം 21 പേർ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് സ്ഥാനചിഹ്നങ്ങൾ ഏറ്റുവാങ്ങും. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള 7 സംഘം ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് നവകർദിനാൾമാർ മാർപ്പാപ്പായോടൊപ്പം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള വൈദിക മേലധ്യക്ഷന്മാർ പങ്കെടുക്കും. താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പോർട്ടൽ വഴി സമർപ്പിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. അതാത് ജില്ലകളിൽ മന്ത്രിമാർ അദാലത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്കു ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരിപാടി നാളെ ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. തോമസ് കെ തോമസ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്രകാരൻ എം.ജി. ശശിഭൂഷൺ പ്രഭാഷണം നടത്തും. ശ്രദ്ധേയ കഥാകൃത്തുക്കൾ പങ്കെടുക്കുന്ന കഥയരങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ആർട്ട് ഗാലറി കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. ചിത്രകലയിൽ പുതിയ തലമുറയെ കൈപിടിച്ചുയർത്താൻ നിരവധി കർമ്മ പദ്ധതികൾ ലളിതകലാ അക്കാദമി ആവിഷ്കരിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകരുടെ ചിത്രങ്ങൾ, ദേശചരിത്രം, മ്യൂറൽ പെയിന്റിംഗ്, വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ എന്നിവയാണ് ആർട്ട് ഗാലറിയിലുള്ളത്. കേരളത്തിലെ ഓരോ ജില്ലയിലും ഒരു സർക്കാർ സ്കൂൾ ആർട്ട് ഗാലറി നിർമ്മിക്കുന്നതിനാണ് അക്കാദമി ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കലാ, സാഹിത്യ, ചരിത്ര, സാംസ്കാരിക അറിവുകൾ പകർന്നു നൽകുന്നതിനൊപ്പം ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കലാസൃഷ്ടി പ്രദർശിപ്പിക്കുന്നതിനും ഗാലറിയിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് വിദ്യാർത്ഥികൾക്കുള്ള കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി ദിശ ഏകദിന കലാപരിശീലന ക്ലാസും നടന്നു. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമടങ്ങിയ സംഘം നാളെ കേരളത്തിലെത്തും. ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശനം. നാളെ ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന സംഘത്തെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് കുമരകത്തേക്ക് യാത്ര തിരിക്കും. തിങ്കളാഴ്ച രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങളടക്കം സന്ദർശിക്കും. ചൊവ്വാഴ്ച കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സ്വീകരിക്കും. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിനും ലഭ്യമായി തുടങ്ങുക. ഇന്ത്യയ്ക്കെതിരെ അഡ്ലെയ്ഡ് ഓവലിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ ആധിപത്യം തുടർന്നു. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 337 റൺസിന് പുറത്തായി. ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സി മത്സരം പുരോഗമിക്കുന്നു. നിലവിൽ ഈസ്റ്റ് ബംഗാൾ 1 ഗോളിന് മുന്നിലാണ്. ഇന്ന് നടക്കുന്ന 2ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിയെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം. 35,000-ലധികം പേരാണ് 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലെത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വണ്ടിപ്പെരിയാർ, സത്രം, പുല്ലുമേട് വഴി 18,951 പേരും കരിമല പാതയിലെ മുക്കുഴി, അഴുതക്കടവ് വഴി 18,317 തീർത്ഥാടകരും ഇതിനോടകം സന്നിധാനത്തെത്തി. ഇരുപാതയിലൂടെയും രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. ഉച്ചയ്ക്ക് 1 മണിവരെ പ്രവേശന കവാടത്തിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. മഴ മാറിയതോടെ കാനനപാത സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. യാത്രയിലുടനീളം ഫോറസ്റ്റ്, എക്കോ ഗാർഡുമാരുടെ നിരീക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമലയിൽ സിസിടിവി നിരീക്ഷണം ശക്തമാക്കി. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും സിസിടിവി നിരീക്ഷണവും ശക്തമാക്കിയത്. തീർത്ഥാടകരുടെ ആവശ്യാനുസരണം മെഡിക്കൽ ടീം, ആംബുലൻസ്, ട്രോളി, അഗ്നിശമന സേനാ വിഭാഗം എന്നിവരെ അറിയിക്കാനും സിസിടിവി ക്യാമറകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ തിളങ്ങി കേരളം. 2 പുരസ്കാരങ്ങളാണ് കേരളം ഇക്കുറി നേടിയത്. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ 2ാം സ്ഥാനം നേടി. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ കില 1ാം സ്ഥാനം നേടി. ദേശീയ പുരസ്കാരം നേടിയ കിലയെയും പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്തിനെയും മന്ത്രി എം.ബി. രാജേഷ് അഭിനന്ദിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ ഉടൻ സിറിയ വിടണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ലഭ്യമായ ഏറ്റവും നേരത്തെയുള്ള വിമാനങ്ങളിൽ അവിടെ നിന്ന് മടങ്ങാൻ പൌരന്മാർ ശ്രമിക്കണം. സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാവേലിക്കര മാന്നാർ ജയന്തി വധക്കേസിൽ ഭർത്താവിന് വധശിക്ഷ. മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ കുട്ടിക്കൃഷ്ണനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2004 ഏപ്രിൽ 2-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 11ാമത് കാർഷിക സെൻസസിന്റെ ഭാഗമായി 2ഉം 3ഉം ഘട്ട വിവരശേഖരണം സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്നു. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിനാണ് ജില്ലാതലത്തിൽ കാർഷിക സെൻസസിന്റെ നടത്തിപ്പ് ചുമതല. പ്രധാന വാർത്തകൾ വീണ്ടും. 100 ദിവസം നീണ്ടുനിൽക്കുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന് രാജ്യത്ത് തുടക്കമായി. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനടങ്ങിയ സംഘം നാളെ കേരളത്തിലെത്തും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട് ഇന്ന് കർദിനാളായി സ്ഥാനാരോഹണം ചെയ്യും. ചടങ്ങിന് സാക്ഷിയാകാൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള മലയാളി സംഘം വത്തിക്കാനിൽ.
സംസ്ഥാനത്ത് സിനിമാ നയം കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.